ദൈവത്തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ മക്കളെ, ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ തിരുനാമത്തിൽ വന്ദനം പറയാൻ ദൈവം തരുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഇന്നേ ദിവസവും സന്തോഷത്തോടെ ദൈവത്തെ പുകഴ്ത്താൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇങ്ങനൊരു മുഖാന്തരം ദൈവം തന്നതോർത്ത് ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ട് വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ വന്ദനം അറിയിച്ചുകൊണ്ട് നമ്മുടെ രക്ഷിതാവായ ദൈവം നമ്മളെപ്പോഴും കരുതുന്നു, സ്നേഹിക്കുന്നു, വാത്സല്യിക്കുന്നു, ഓമനിക്കുന്നു, വഴി പറഞ്ഞു തരുന്നു എന്നിത്യാദി നിലകളിൽ ഒത്തിരി കരുതുന്ന കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ച് അതിൽ നിന്ന് ലളിതമായിരിക്കുന്ന ആത്മീക ചിന്തകൾ പങ്കുവെച്ച് നിങ്ങളെ ഉറപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 21-22 വാക്യങ്ങൾ വായിക്കാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 21-22 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ക്രിസ്തുവേശുവിൽ ഓരോ വിശുദ്ധനെയും വന്ദനം ചെയ്യുവീൻ. എന്നോടുകൂടെയുള്ള സഹോദരന്മാർ നിങ്ങളെ വന്ദനം ചെല്ലുന്നു. വിശുദ്ധന്മാർ എല്ലാവരും, വിശേഷാൽ കൈസരുടെ അരമനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. വിശേഷാൽ കൈസരുടെ അരമനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. ക്രിസ്തീയ മാർഗത്തിൻ്റെ ചില പ്രത്യേകതകൾ വേദപുസ്തകത്തിലുടനീളം, വിശിഷ്യ പുതിയ നിയമത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ആത്മീക ജീവിതത്തിൻ്റെ അനുദിന കാര്യങ്ങളുടെ ചടുലതകൾ, അതിൻ്റെ പ്രത്യേകതകൾ. അതിലൊന്നാണ് ക്രിസ്തു വിശ്വാസിയായിരിക്കുന്ന ഒരു സഹഭൃത്യനെ കണ്ടാൽ, ഒരു സഹവിശ്വാസിയെ കണ്ടാൽ അവനെ വന്ദനം ചൊല്ലുക എന്നത് പുരാതന കാലം മുതൽ വേദപുസ്തകത്തിലെ അലംഘനീയമായിരിക്കുന്നൊരു പ്രമാണമാണ്. ഒരു ദൈവഭക്തനെ, ക്രിസ്തുവിൻ്റെ ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ കാണുമ്പോൾ, അവൻ ആരുമാകട്ടെ, അവൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്തിട്ടില്ലെങ്കിലും, ചിലപ്പോൾ ദ്രോഹമാണ് ചെയ്തതെങ്കിലും, ക്രിസ്തുവേശുവിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ പൈതൽ, ക്രിസ്തുവിലുള്ള ഒരു ദൈവ മനുഷ്യനെ കണ്ടാൽ അവനെ വന്ദനം പറയുക എന്നത് മാന്യതയുടെ അടയാളമാണ്, ആത്മീകത്തിൻ്റെ ലക്ഷണമാണ്. പുച്ഛമനോഭാവത്തോടെ ഞങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരും ഇതുങ്ങളൊക്കെ പാവങ്ങളും എന്നുള്ള ചിന്താഗതി ഒരിക്കലും കർത്താവിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ഒരാളോടും കാണിക്കാതിരിക്കുകയാണ് എനിക്കും നിങ്ങൾക്കും നല്ലത്. ഏതൊരു മനുഷ്യനെയും, ക്രിസ്തു നിമിത്തം വിശ്വാസത്തിലേക്ക് വന്ന ഏതൊരു മനുഷ്യനെയും വന്ദനം ചൊല്ലി ദൈവസന്നിധാനത്തിൽ ഉറപ്പിച്ച് സ്നേഹം പങ്കുവെച്ച് ദൈവകൃപയിൽ ബലപ്പെടുത്തുന്നത് ഏറ്റവും ഉചിതമാണ്. അതുകൊണ്ട് പൗലോസ് ഇവിടെ തൻ്റെ ലേഖനത്തിനകത്ത് ഒരു ഉപദേശമായിട്ടൊരു കൽപ്പനാഭാവത്തോടെ എഴുതിയിരിക്കുന്നു. ക്രിസ്തുവിലുള്ള എല്ലാവരെയും വന്ദനം ചൊല്ലുവീൻ. മാത്രമല്ല, തന്നോട് കൂടെയുള്ളവർ പ്രതിബന്ധനം ഇങ്ങോട്ട് വന്ദനം പറയുന്നു. നിങ്ങളെല്ലാവരെയും, ഫിലിപ്പിയ സഭയിലെ എല്ലാവരെയും എൻ്റെ കൂടെയുള്ളവർ വന്ദനം ചൊല്ലുന്നു എന്നതിന് ശേഷം പറയുകയാണ്, വിശുദ്ധന്മാർ എല്ലാവരും. അടുത്ത വാചകമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഞാൻ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നത്. വിശേഷാൽ കൈസരുടെ അരമനയിലുള്ള എല്ലാവരും, ഉള്ളവരും നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. വിശേഷാൽ കൈസരുടെ അരമനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. അരമനയിലുള്ള പൗലോസ് കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ടാണ് ഈ ലേഖനം എഴുതിയത്. ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, പട്ടാളക്കാരിൽ പലരും യേശുക്രിസ്തുവിനെ വിശ്വസിക്കാൻ മുഖാന്തരമായി പൗലോസ് അവിടെ കാരാഗ്രഹത്തിൽ ചെല്ലാനിടയായി തീർന്നത്. ഈ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ പറയുകയാണ്, കൈസരുടെ അരമനയിൽ ഉള്ളവർ നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. അപ്പോൾ തിരുസഭയിൽ വിശ്വസിക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ സഭാമക്കളെ അരമനയ്ക്കകത്ത് നിന്ന് വന്ദനം ചൊല്ലത്തക്ക രീതിയിൽ ഈ മനുഷ്യൻ അവിടെ കുറച്ച് നാൾ ചെന്ന്, കാരാഗ്രഹത്തിൽ ജയിൽ പുള്ളിയായിട്ടാണ് ചെന്നതെങ്കിലും അരമനയിലുള്ളവർ വന്ദനം ചൊല്ലത്തക്ക രീതിയിൽ കാര്യങ്ങളെ മാറ്റിമറിക്കാൻ പൗലോസ് എന്ന കാർമ്മികനായിരിക്കുന്ന ദീർഘദർശി, ശക്തനായിരിക്കുന്ന ആ മനുഷ്യനെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം എവിടെയൊക്കെ ഫലിക്കുമെന്നുള്ള കാര്യത്തിനകത്ത് ഏറ്റവും ശക്തമായ തെളിവായിട്ടാണ് പരിശുദ്ധാത്മാവ് ഈ വാക്യത്തെ എൻ്റെ മനസ്സിനകത്ത് തെളിയിച്ചു തരുന്നത്. മാത്രമല്ല, ഇന്ന് പറയാൻ ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കാലഘട്ടം മുഴുവൻ റോമൻ കൈസരുടെ അരമന എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് വിരോധമായി, പ്രത്യേകിച്ച് യഹൂദന്മാരുടെ ഭയങ്കരമായിരിക്കുന്ന സമ്മർദ്ദം കൊണ്ടും, മാത്രമല്ല റോമൻ കൈസർമാരിൽ പലരും ക്രിസ്തീയ മാർഗത്തിന് എതിരുള്ളവരായിരുന്നു. ആ എതിരാളികളായിരുന്ന റോമൻ കൈസർമാർ
അവരുടെ അരമന, ആ അരമനയ്ക്കകത്ത് നിന്ന് എത്രയോ പ്രാവശ്യം വിശുദ്ധന്മാർക്ക് വിരോധമായിരിക്കുന്ന കൽപ്പനകൾ പുറപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധന്മാർക്കെതിരെയുള്ള രേഖകൾ കെട്ടിച്ചമയ്ക്കപ്പെട്ടിട്ടുണ്ട്. ആ അരമനയ്ക്കകത്ത് നടന്ന പല കൂടിയാലോചനയ്ക്കകത്തും ക്രിസ്തീയ മാർഗത്തെ തച്ചുടയ്ക്കാനും ഈ മാർഗത്തിൽ വിശ്വസിക്കുന്നവരെ പരസ്യമായിട്ടില്ലാതാക്കാനും എത്രയോ പ്രാവശ്യം ഇതിനകത്ത് ആലോചനകൾ നടന്നിട്ടുണ്ട്. അതൊക്കെ രേഖയായി ആ അരമനയ്ക്കകത്ത് ഏതോ ഫയൽ കെട്ടുകൾക്കിടയിൽ, എൻ്റെ ഊഹം, എൻ്റെ ഇമാജിനേഷൻ, എൻ്റെ ചിന്ത ശരിയെങ്കിൽ അവിടുത്തെ ഫയലുകൾക്കിടയിൽ എഴുതിയ രാജകീയ ദിനവൃത്താന്ത പുസ്തകങ്ങൾ പോലെ മിനിസ്റ്റ് ബുക്കിനകത്ത് ക്രിസ്തീയ മാർഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആലോചനകൾ കഴിച്ച് അതിൽ രാജകീയ മുദ്ര കൈസർ ഒപ്പുവെച്ച എത്രയോ ഫയലുകൾ കാണും, എത്രയോ രേഖകൾ കാണും. ഒരു കാലഘട്ടത്തിൽ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, മുടിച്ചു കളയാൻ വേണ്ടിയിട്ട് രേഖകൾ ചമച്ച അതേ ആസ്ഥാന മന്ദിരത്തിനകത്ത് നിന്ന് ഈ മാർഗക്കാരെ വന്ദനം ചൊല്ലുന്ന നിലവാരത്തിലേക്ക് അരമനയ്ക്കകത്ത് വ്യാപരിച്ച ദൈവത്തിൻ്റെ കൃപയെ, ദൈവിക ആത്മവ്യാപാരത്തെ പൗലോസ് എന്ന ഒറ്റ മനുഷ്യൻ നിമിത്തം അരമനയ്ക്കകത്ത് നിന്ന് ചുമന്ന മഷി കൊണ്ട് ഒപ്പിട്ടില്ലാതാക്കാൻ വേണ്ടി ഡേറ്റ് കുറിച്ച പല ഗൂഢമായ രേഖകൾക്കപ്പുറം വിശുദ്ധന്മാരെ വന്ദനം ചൊല്ലുന്ന നിലവാരത്തിൽ അരമനയ്ക്കകത്തു നിന്ന് പുറപ്പെടുന്ന വന്ദന സ്വരങ്ങളെ എത്ര സ്നേഹത്തോടെയാണ് കാതുകളിൽ ഏറ്റെടുക്കാൻ കഴിയുന്നത്. ഞാനിത് പറയുമ്പോൾ ഒത്തിരി ആശ്ചര്യ മനസ്സോടുകൂടെ ക്രിസ്ത്യാനിത്വത്തിൻ്റെ അസാധാരണമായിരിക്കുന്ന സ്വാധീനം, ക്രിസ്തു മാർഗത്തിൻ്റെ ശക്തമായ ഇൻഫ്ലുവൻസ് അത് ഒരരമനയ്ക്കകത്ത് ഫലിച്ചെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീടിനകത്ത് ഫലിക്കാതിരിക്കുമോ? എനിക്ക് അത്രയും പറയാനുള്ളൂ. ഇന്ന് ഞാനൊന്നുകൂടെ പറയാം. അധികാരമുള്ള, അംഗരക്ഷകരുള്ള, നിയമജ്ഞരുള്ള, നിയമം നടപ്പാക്കാൻ, നടപടികളിൽ കൊണ്ടുവരാൻ കരുത്തുള്ള, ആ കാലഘട്ടത്തിലെ പ്രതാപപൂരിതമായിരിക്കുന്ന ലോക സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന റോമൻ കൈസറുടെ അരമനയ്ക്കകത്ത് കെട്ടിച്ചമച്ച സകല ക്രിസ്ത്യാനിത്വത്തിന് വിരുദ്ധമായിരിക്കുന്ന കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കിയ ആ സ്ഥാപനത്തിനകത്ത് നിന്ന് കാലങ്ങൾക്കിപ്പുറം ക്രിസ്തുവിൻ്റെ മക്കളെ വന്ദനം ചൊല്ലത്തക്ക രീതിയിൽ ദൈവം കാര്യങ്ങളെ മാറ്റിമറച്ചെങ്കിൽ, നിനക്ക് വിരോധമായി ആലോചനകൾ നടത്തി, നിനക്കെതിരെ രേഖകൾ തയ്യാറാക്കി, നിനക്കെതിരെ പലരൊന്നിച്ചുകൂടി കച്ചകെട്ടി ഒരുക്കിയ പല കഴുമരങ്ങളും അതിൻ്റെ പിന്നാമ്പുറത്തെ ഗൂഢതന്ത്രജ്ഞന്മാരും അവർ കൂടിയാലോചിച്ച ആ ഭയാനകമായിരിക്കുന്ന ഇരുണ്ട കോട്ടയ്ക്കകം, ചിലപ്പോൾ നിൻ്റെ വീടായിരിക്കാം, ചിലപ്പോൾ വിരോധമായിട്ടുണ്ടാക്കിയ നിൻ്റെ സ്ഥാപനങ്ങളിലൊന്നായിരിക്കാം, അതിനകത്ത് നിന്ന് നിന്നെ മാനിക്കുന്ന വന്ദനസ്വരം, നിന്നെ ഉയർത്തുന്ന വന്ദനസ്വരം, നിന്നെ ബഹുമാനിക്കുന്ന വന്ദനസ്വരം, നിന്നെ സ്വീകരിക്കുന്ന വന്ദനസ്വരം, നിന്നെ സ്നേഹിക്കുന്ന വന്ദനസ്വരം, ഹല്ലേലൂയ, അതിനകത്തു നിന്ന് പുറപ്പെടി വയ്ക്കാൻ നാം സേവിക്കുന്ന ദൈവത്തിന് കഴിവുണ്ടെന്ന് ഈ വാക്യം വെച്ചൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ ഈ നല്ല ദിവസം? പ്രിയരെ, അരമന അവിടെ നിലനിൽക്കട്ടെ. ആ അരമനയ്ക്കകത്ത് നിന്ന് നിന്നെ മാനിക്കുന്ന വന്ദനം വരും. യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ ഭർതൃഗ്രഹത്തിൽ നിന്ന്, നിൻ്റെ അപ്പൻ്റെ വീട്ടിൽ നിന്ന്, നീ താമസിച്ച സ്ഥലത്ത് നിന്ന്, നിന്നെ ഒതുക്കിയ സ്ഥാപനത്തിൽ നിന്ന്, നീ തലകുനിച്ച ആത്മീക കൂട്ടത്തിനകത്ത് നിന്ന്, ചെയ്യാത്ത കുറ്റത്തിന് നിനക്കെതിരെ വിധി തയ്യാറാക്കിയ ആ അരമന ഏതാണോ? പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നത് റോമൻ കൈസറുടെ അരമനയാണ്. എന്നാൽ നിന്നെ സംബന്ധിച്ച് ഈ അരമനയുടെ സ്ഥാനത്ത് നിൻ്റെ വീടാണോ, നിൻ്റെ തറവാടാണോ, നിൻ്റെ അപ്പൻ്റെ വീടാണോ, അമ്മയുടെ വീടാണോ, ഭർതൃഗ്രഹമാണോ, നീ ജോലി ചെയ്ത സ്ഥാപനമാണോ, നീ പണിതെടുത്ത നിൻ്റേതെന്ന് പറയത്തക്ക രീതിയിൽ അവകാശമുണ്ടായിരുന്ന, നിൻ്റെ കണ്ണീരും വേർപ്പും വീണ നിൻ്റെ പ്രാർത്ഥനാ കൂട്ടമാണോ, നിൻ്റെ സഭയുടെ ആസ്ഥാന മന്ദിരമാണോ, നീ സ്നേഹിച്ചവർ എല്ലാവരും കൂടി നിനക്കെതിരെ ആലോചന കഴിച്ച് വിധിപ്പകർപ്പുകൾ ഉണ്ടാക്കിയ ആ കൗൺസിലാണോ? എനിക്കറിയില്ല. ഒരു കാലത്ത് വിരോധമായ രേഖകൾ ചമച്ച സ്ഥാനത്ത് നിന്ന് ഇതാ വരുന്നു വന്ദനസ്വരം. സ്വീകരിക്കാൻ പറ്റുമോ? മനസ്സ് ശാന്തമാക്ക്, കാതുകളെ തയ്യാറാക്ക്. എൻ്റെ ചെവിയിൽ, പണ്ട് മലയാളികൾ പറയും ചെവിയിൽ നുള്ളിക്കോന്ന്, എനിക്കറിയില്ല എൻ്റെ വ്യാഖ്യാനം. അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നീ ചെവിയിൽ നുള്ളിക്കോ. ചെവിയിൽ നുള്ളുവൊന്നും വേണ്ട. പറ്റുമെങ്കിൽ
ഈ ചെവിയിൽ പിടിച്ചോണ്ട് പറ, നിൻ്റെ ചെവി കേൾക്കാൻ പോവുക. ചെവിയോട് പറ, നീ കേൾക്കാൻ പോവുക. നമ്മളെ അപമാനിച്ചിടത്ത് നിന്ന്, നമ്മെ പരിഹസിച്ചിടത്ത് നിന്ന് ആ കാതിനോട് പറ, എന്നെക്കുറിച്ച് നീ കേട്ടത് ദൈവം തിരുത്താൻ പോവുക. നിനക്ക് വിരോധമായി വിധി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ അതേ, ഞാനത് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ, ഞാനത് ഓർക്കുക. അതിനി പറയാൻ ഇവിടെ നേരമില്ല. കർത്താവിൻ്റെ വിശ്വസ്തത ഓർത്തു പോകുന്നു ഞാൻ. ഒരു കാലത്ത് നിനക്കെതിരെ എഴുതി പുറപ്പെടി വെച്ച ആസ്ഥാന മന്ദിരത്തിൽ നിന്ന് അഭിമാനത്തിൻ്റെ കോൾ ലെറ്റർ, നിന്നെ സ്വീകരിച്ചതിൻ്റെ, നിന്നെ മാനിച്ചതിൻ്റെ, നിനക്ക് വന്ദനം ചൊല്ലുന്നതിൻ്റെ അനുഗ്രഹവാക്കുകൾ നിൻ്റെ കാതിൽ കേൾക്കട്ടെ. നമുക്കതിനായി ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ ആണ്ടിൽ അത് സംഭവിക്കട്ടെ. ഏത് നിനക്കെതിരെ എഴുതി ചമച്ച് വിധി പുറപ്പെടി വെച്ച അരമന സമുച്ചയത്തിനകത്ത് നിന്ന് വന്ദനസ്വരം നമുക്ക് വേണ്ടി ദൈവം പുറപ്പെടി വയ്ക്കും. അവിടെ ആരെങ്കിലുമൊക്കെ നിനക്ക് വേണ്ടി, നിന്നെ മാനിക്കാൻ വേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കും. ഓർത്തോ, ചെവിയോട് പറ, കാതോർക്ക്, വന്ദനം വരാൻ പോവാ. ദൈവം അത് ചെയ്യും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കൈസരുടെ അരമനയിൽ നിന്നൊരു വന്ദനം. എത്ര ശ്രേഷ്ഠോപ്പ! ഈ അരമന ക്രിസ്ത്യാനിത്വത്തിന് മുടിക്കാൻ വേണ്ടി എത്രയോ പ്രാവശ്യം ശക്തന്മാർ ഒന്നിച്ചുകൂടിയ വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന സ്ഥലമാണ്. അവിടെ നിന്നൊരു ഭക്തൻ നിമിത്തം വന്ദനം പുറത്തു കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ എല്ലാം പിന്നാമ്പുറത്തെ വീടും ഭവനവും അവരുടെ പുറകിലെ ഏത് സ്ഥാപനവും, അവിടെ നിന്ന് അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ മഹത്വം പുറപ്പെടട്ടെ, അനുഗ്രഹമാകട്ടെ. യേശു നിമിത്തം ഞങ്ങൾക്കെതിരെ വിധി വന്ന സ്ഥാനത്ത് നിന്ന് അംഗീകാരത്തിൻ്റെ വന്ദന സ്വരം കൂടി കേൾക്കാൻ ഈ ആണ്ടിൽ കാതുകൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.